എല്ലാവർക്കും IND-ECTRONICSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ MI അല്ലെ മി, സയോമി, റെഡ്മി എന്നീ പേരുകളിൽ നമ്മൾക്ക് അറിയപ്പെടുന്ന ഫോണിൻ്റെ കാൽക്കുലേറ്ററിലുള്ള ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പല ആപ്ലിക്കേഷനും ഡിലീറ്റ് ചെയ്യും, അത് ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങൾ പല ആവശ്യത്തിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ഈ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിലുണ്ട്. കാരണം എന്ത് രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ GST അങ്ങനെ ബില്ല് അങ്ങനെ പല ആവശ്യത്തിൽ നമ്മൾ പെർസെൻറ്റേജ് എല്ലാ രീതിയിലുള്ള വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെല്ലാം നമ്മൾ ഇന്ന് അടിച്ച് താഴ്ത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്. ഇത് ഷയോമിയുടെ ഫോണാണ്, Y1 ആണ്. അപ്പോൾ ഇതിലിപ്പം നിങ്ങൾക്ക് MI കാൽക്കുലേറ്റർ എന്ന് കാണാൻ പറ്റും. MI അല്ല, ശരിക്കും മീ ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം കാണുന്ന ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നതും ഇതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പല ഫോണിലും ഞാൻ കണ്ടത് ബാക്കിയുള്ളവർ GST കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് വേറെ അങ്ങനെ ഇഷ്ടം പോലെ കാൽക്കുലേറ്റർ വേറെ ആപ്ലിക്കേഷൻ. പക്ഷെ നിങ്ങൾ ഷയോമിയുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തോ. ഇപ്പോൾ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തോ. കാരണം നിങ്ങൾ ഇവിടെ ഒരു ഓറഞ്ച് മാർക്ക് കാണാൻ പറ്റും. മേലെ ടോപ്പിൽ രണ്ടാമത് ഒരു ഓറഞ്ച് കാണാൻ പറ്റും. അപ്പോൾ മേലത്തെ ടോപ്പിൽ രണ്ടാമത്തെ പകരം മൂന്നാമത്തെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ മോൻ എത്രയാ ഓപ്ഷൻസ്. BMI, ഏജ്, ഡിസ്കൗണ്ട്, പെർസെൻറ്റേജ്, ഡേറ്റ്, ലെങ്ത്ത്, ഏരിയ, വോളിയം, ടെമ്പറേച്ചർ, സ്പീഡ്, ടൈം, മാസ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതിൽ ഏതിനെങ്കിലും വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷയോമിയുടെ ഫോണാണെങ്കിൽ ഡിലീറ്റ് ചെയ്തോ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്തോ. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഇതിലുണ്ട്, തീർന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളിതാ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ, ഇൻവെസ്റ്റ്മെൻറ്റ്, കറൻസി, ലോണ്, സ്പ്ലിറ്റ് ബില്ല്, GST, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ ഷയോമിയുടെ ഫോണിലുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് BMI കാണിച്ചു തരാം. BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം 60ൻ്റെ മേലെ ക്ലിക്ക് ചെയ്തു. 60ൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എത്രയാണ് നമ്മുടെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ 37.8 എന്ന് അടിച്ചു കൊടുക്കുന്നു. പിന്നെ സെൻറ്റിമീറ്റർ 160 എന്ന് അടിച്ചു കൊടുക്കുന്നു ഹൈറ്റ്. എന്നിട്ട് നമ്മൾ താഴത്തെ ഗോ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാക്കണ്ടോ BMI വന്നു കണ്ടോ. അപ്പോൾ BMI എല്ലാം ഇഷ്ടം പോലെ BMI എന്നല്ല, എല്ലാ ഫീച്ചേഴ്സും ഇഷ്ടം പോലെ നിറച്ച് വെച്ചൊരു കാൽക്കുലേറ്ററാണിത്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തോ. മാത്രമല്ല ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ, നമുക്കൊന്നത് വ്യൂസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഷയോമിയുടെ ഫോൺ ഉപയോഗിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ആകെ എല്ലാവരും നോക്കുന്നത് ഈ ഒരു ഇൻ്റർഫേസ് മാത്രമേ കാണുന്നുള്ളൂ. ഇത്രയും ഫീച്ചേഴ്സിനായിട്ട് ഓരോ ആപ്ലിക്കേഷനാണ് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ GST, സ്പ്ലിറ്റ് ബില്ല്, ഇൻവെസ്റ്റ്മെൻറ്റ്, കറൻസി, ലോണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കിട്ടണമെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സ്വൈപ്പ് ചെയ്യുക. ഓക്കെ, അന്നേരം ഇങ്ങനെ കിട്ടും. ഒന്നും കൂടി റൈറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിട്ടാണ് നിങ്ങൾ വേറെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. വെറുതെ സ്റ്റോറേജ് സ്പേസ് കളയണ്ട, അതാണ് ഇൻസ്റ്റാൾ ചെയ്തോ, ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കോ. ഓക്കെ, പിന്നെ ഇതിൽ ഏജ് വരെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വർഷം ജീവിച്ചു, എത്ര മാസം, എത്ര ആഴ്ച എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും സമ്മറിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാതെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാനിപ്പം എൻ്റെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇതാ കണ്ടോ. അപ്പോൾ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ 14 വയസ്സ്, 169 മാസം, 735 വീക്ക്, അതിൻ്റെ അടിയിൽ ഡേയ്സ്, ഹവേഴ്സ്, മിനിറ്റ് അടക്കം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും ഇത് അറിയട്ടെ. വെറുതെ ഫോണിൻ്റെ സ്പേസ് കളയുന്ന ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ആണ്. അതുപോലത്തെ ഇതുപോലത്തെ സംഭവം ഉണ്ടാകുമ്പം വേറെ നമ്മൾ ഇതേ കാര്യങ്ങൾക്കായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെറുതെ നമ്മുടെ ഫോണിൽ സ്പേസ് പോവായിരുന്നേ. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒരു പൈസയും വേണ്ട ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും പൈസ വേണ്ട. നിങ്ങൾ അനിയൻ്റെ ചാനലല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് രക്ഷിക്കേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. It's all about humanity.